പിന്നെ അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ടോ? പി സി ജോർജിന് ഒരു പാളിച്ച പറ്റിയത് ഞാൻ കണ്ട് ഒരു ഫോൺ സംഭാഷണം പുറത്തു പോയതാണ് പി സി ജോർജിന്റെ ലൈഫിനെ ഒന്ന് പ്രശ്നമായത്. ഏതാന്ന് പറഞ്ഞു ചക്കര എന്നുള്ള വിളി. എന്റെ ദൈവം, ഞാൻ എല്ലാ പെണ്ണുങ്ങളും ചക്കര എന്നാ വിളിക്കുന്നത്. അത് കിടന്നു പോയെന്ന് തോന്നിയോ? ആ ചക്കര വിളി ഇപ്പോഴും ആ കൊച്ചിന് ചക്കര പെട്ടെന്ന്. പിന്നെ എന്തിനാണ് അത് ലീക്ക് ഔട്ട് ആയി പോയത്? ലീക്ക് ഔട്ട് ആയപ്പോ ഞാൻ എന്റെ മോള് ആർക്കും കൊടുക്കൂല്ലോ, കുളിച്ചു വെച്ചോളം വല്ലോണ്ടോ? അത് ആരെ അവളെ കേൾപ്പിച്ചോളാൻ പറഞ്ഞാൽ ഞാൻ ചക്കരപ്പണെന്ന്. അവളെ മാത്രമല്ല, ഞാൻ എൻ്റെ കുഞ്ഞു വെച്ചുണ്ട് അമ്മുക്കുട്ടിയെ ചക്കരയെന്ന് വിളിക്കും, ചക്കര കൊച്ചെന്ന് വിളിക്കും. എത്ര പെണ്ണുങ്ങളെ ചക്കരപ്പണെന്ന് വിളിക്കുന്നത്? അതിന് ഒരു സ്നേഹം, ആ സ്നേഹം കൊടുക്കുന്നത്. എനിക്ക് ഈ ആ പെണ്ണിലെ പേര് പറയാൻ പാടില്ലാത്ത പറഞ്ഞത് അവളോട് എനിക്ക് വൈരാക്കില്ല. പാവം ശുദ്ധിയായ പെൺകുട്ടി, അവളെ നശിപ്പിച്ചില്ല നാറി രാഷ്ട്രീയക്കാരെല്ലാം കൂടെ. എനിക്ക് അവളോട് കൊച്ചോട് സഹതാവുക. അതുകൂടെ അതിനെപ്പറ്റി പറഞ്ഞത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ മറ്റൊരു ഫോൺ കോളും വാങ്ങി. ഏതാ? ഈരാറ്റുപേട്ടന്നൊരു ഫോൺ കോള് മുസ്ലിം ആളുകളെ കുറിച്ച്, അതും ലീക്കൗട്ടായി. അതും ഒരു പരാജയത്തിലേക്ക്. അത് പരാജയമല്ല. ആ ഫോൺ കോൾ എന്റേതല്ല, എന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തതാണ്. ആ പി സി ജോർജ് വാദിച്ചിട്ടില്ലോ ഇതുവരെ? വാദിച്ച് ജയിക്കാൻ നോക്കിയിട്ടില്ലോ? എന്റെ എല്ലാ ശബ്ദവും മാപ്പ് വരെ പറഞ്ഞു നോക്കി. അങ്ങനൊന്നും പറയണ്ട. ഞാനത് വളരെ വ്യക്തമായിട്ട് എന്റേതല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ നാട്ടിലുള്ള ആളുകൾക്കല്ല എന്റേതല്ലെന്ന് ബോധ്യമുണ്ട്. അത് മതി എനിക്ക്. എല്ലാവരും ബോധ്യപ്പെടുത്തി എനിക്ക് എന്നാ കിട്ടാനാ? എനിക്ക് എന്നാ കിട്ടാൻ? ഈരാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നും 6-7 തവണയാണെന്ന് തോന്നുന്നു. 7 തവണയും വിജയിച്ചു വന്നെങ്കിൽ അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് കൂടിയാണ് വിജയിച്ചത്. മുസ്ലിങ്ങളുടെ അല്ല, മനുഷ്യന്റെ വോട്ട് മേടിച്ചാണ് ജയിച്ചത്. അന്നങ്ങനെയല്ല പറഞ്ഞത്, മുസ്ലിങ്ങളുടെ വോട്ട് എന്നാ പറഞ്ഞിരുന്നത്. മുസ്ലിങ്ങളുടെ ഏത് കല്യാണ വീട്ടിലും മുസ്ലിങ്ങളെ കല്യാണ വീട്ടിലും മടിക്കുത്തു എത്തി അടുക്കളയിൽ വരെ ചെന്നുന്ന ഒരു പി സി ജോർജ് ആയിരുന്നു അവർക്ക് ആവശ്യം അവരെ കണ്ടുകൊണ്ടിരുന്നത്. പി സി ജോർജ് അങ്ങനെ ചെയ്ത് പി സി ജോർജ് ഇട്ട കുപ്പിയിൽ ഇറക്കിയത് അവന്മാരി. അപ്പൊ അത് മര്യാദയാണ്. പി സി ജോർജ് ആ സംഭാഷണമല്ലേ അവരെ അല്ല, ആ സംഭാഷണം പിന്നെ ഉണ്ടാക്കിയതില്ലേ അവന്മാര്. ആ സംഭാഷണമൊന്നുമല്ല. എന്നാ സംഭവം? SDP ഗുണമില്ലാത്തവന്മാരാണ് ഞാൻ പറഞ്ഞു. അവന്മാർ കാണിക്കുന്നത് പൂക്കൃത്തരമായത്. ഇനി ഞാൻ എപ്പോഴാണ് SDP വളർത്താൻ നിന്ന് കൊടുത്തത്? അവരുടെ സേവനം വെച്ച്. പക്ഷെ അവർ പാർട്ടിയിൽ നിന്ന് ഒരാൾ രാജിവെച്ചു. അവനെ കാലുവെട്ടി. അന്നേരം ഞാൻ വിളിച്ചു, കാലുവെട്ട് പാർട്ടിയാണ്, ഞാൻ നിങ്ങൾക്ക് പിന്തുണയില്ലെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മുടെ വാദ്യാരുടെ കാലും വെട്ടി. അന്നേരം ഞാൻ വിളിച്ചു ചോദിച്ചത്, മോശം പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവരെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും അവസാനം നമ്മുടെ മഹാരാജ് കോളേജിൽ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന അഭിമന്യു എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരൻ കൊച്ചൻ, വളരെ മിടുക്കനും മാന്യനും. അവനെ നമ്മുടെ എറണാകുളത്ത് 22ഓളം BJP ഈ SDP നേതാക്കന്മാരെ എന്ന് വെട്ടിക്കൊന്നു. മനസ്സാക്ഷിയുണ്ടോ അവന്മാർക്ക്? അവൻ്റെ തെറ്റന് അവനിങ്ങനെ SFIക്കാരനായി പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഇവന്മാരുടെ വിദ്യാർത്ഥി സംഘടന വളർച്ചയില്ലെന്ന്. അതുകൊണ്ട് അവനെ കൊന്നിച്ച് പോപ്പുലറിനെ വളർത്താൻ അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി പിരിഞ്ഞ. പിന്നെ ഇവന്മാരുടെ ഒരു സ്നേഹമില്ല. അതാണ് പേട്ടയിലുണ്ടായത്. അതല്ലാതെ വേറൊന്നും പേട്ടയിലുണ്ടായിട്ടില്ല. മുസ്ലിങ്ങളോട് സ്നേഹമുണ്ടോ? അങ്ങനെ മുസ്ലിം മനുഷ്യനല്ലേ അവരെ സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെ? എല്ലാ ദിവസവും എത്ര മുസ്ലിംകാർ വീട്ടിൽ വരുന്നത്? ഏത് കാര്യത്തിനും എല്ലാം ചെയ്യാവുന്ന എല്ലാം ചെയ്യുകയും ചെയ്യും. ഒരു സംശയമില്ല. ഈ BJP ചേരാൻ പോയപ്പോൾ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരെ കണ്ടു എന്നാണ് പറഞ്ഞത് അല്ലേ? എല്ലാ ബിഷപ്പുമാരെയും കണ്ടു എന്ന് പറഞ്ഞു പോയി. ഇന്നലെ ഒരു ദീപിക എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്, ഞങ്ങളൊന്നും മറന്നിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. കണ്ടിരുന്നല്ലോ അല്ലേ, മണിപ്പൂർ വിഷയമായിട്ട് ബന്ധപ്പെട്ട്? ദീപി എന്ത് ഊളത്തരം പറയുന്നുള്ള എനിക്ക് പ്രശ്നമല്ല. ദീപിയെ പോലെ ഒരു ഊളപത്രം ലോകത്തില്ല എന്ന് പറയേണ്ടി വരുമെന്ന് എനിക്ക് ദുഃഖമുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നില്ല പറയാൻ, നിവൃത്തിയില്ലത് പറയും. ഇവിടെ മണിപ്പൂരിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? മണിപ്പൂരിലുണ്ടായിരിക്കുന്നത് കുക്കി, മൈദി, 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഉടുപ്പകയാണ്. ഇതെന്നുള്ളതായത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്, അറിയാമോ? ഇത് വംശീയ കലാപമാണ്. അത് ഒരു ദിവസം കൊണ്ട് തീരുമോ? അപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇതുപോലെ മണിപ്പൂരിൽ കൊലപാതകം ഉണ്ടായി. അപ്പം നെഹ്റു രാജിവെച്ചോ? മൊറാർജി ദേശായിയുടെ കാലത്തുണ്ടായി, ശാസ്ത്രിയുടെ കാലത്തുണ്ടായി, ഇന്ദിരാജി എത്ര പ്രഗത്ഭയാണ്, അവരുടെ കാലത്തുണ്ടായി, രാജീവ് ഗാന്ധിയുടെ അടുത്തുണ്ടായി. അപ്പോൾ എല്ലാവരും രാജിവെക്കണമല്ലോ. മോദി മിണ്ടിയില്ലെന്ന്. മോദി ആർക്ക് വേണ്ടി മിണ്ടണം? മിണ്ടിയാൽ തീർന്നില്ല. മിണ്ടിയാൽ വീണ്ടും കൊലപാതകം നടക്കും അവിടെ. ഇത് വേറെ രസം മനസ്സിലാക്കണം. പള്ളി തകർത്തെന്ന്. ആരുടെ പള്ളി? മൈദൈ പള്ളി ആരാ തകർത്തത്? കുക്കി ക്രിസ്ത്യൻ കുക്കികളെ വന്ന് മൈദൈ പള്ളി തകർത്തത്. കുക്കിയുടെ പള്ളി തകർത്തത് മൈദൈ ക്രിസ്ത്യാനി. രണ്ടും ക്രിസ്ത്യാനിയാണ്. അതാവുമ്പോൾ നൂറ്റാണ്ടുകളായിട്ടുള്ള വംശീയ പ്രശ്നമായത്. അത് തീരുകയില്ല. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ മോദി ബോധമുള്ളവനോട് വരുത്താൻ പറഞ്ഞു അതിൻ്റെ പേര് കൊലപാതകം നടക്കും. PC അങ്ങോട്ട് പാർട്ടിയിൽ BJP ചേർന്നു ഉടനെയാണ് ദീപിക എഡിറ്റോറിയൽ എഴുതിയത്. അത് PC ഉന്നം വെച്ചിട്ടുള്ള എഴുത്താണ് PC പറഞ്ഞതിന്. ദീപികയുടെ എഡിറ്റോറിയൽ എന്തൊരു നാണം കെട്ട പത്രം. അതിനെപ്പറ്റി ഒരു പത്രത്തെ പറ്റി മോശം പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്.
മര്യാദഘട്ടന്മാർ. ബിഷപ്പുമാരെല്ലാം ആ പത്രം വായിക്കുന്നുണ്ടോ? അത് നിർത്തിക്കാം, ഞാൻ പറയാം. ബിഷപ്പുമാരെ ബിഷപ്പുമാരോട് പറയാം, പിതാക്കന്മാരോട് പറയുന്നത് ശരിയല്ല പിതാവെന്ന് ഞാൻ പറയാം. എല്ലാ ക്രിസ്ത്യ വീട്ടിലും ആ പത്രമുണ്ട്. ഓ ഇല്ല, തെറ്റാ. PC വായിക്കുന്നുണ്ടെന്ന് എൻ്റെ അറിവ്. ഞാൻ എല്ലാ പത്രവും വായിക്കും. PC-യുടെ വീട്ടിലിടുന്നുണ്ട്. എല്ലാ പത്രവും, ദേശാഭിമാനി ഒഴിച്ച് എല്ലാ പത്രവും വായിക്കും. ദേശാഭിമാനി വായിച്ച കാലമുണ്ട്. ഇല്ല, ദേശാഭിമാനി റോഡിലിട്ടേക്കാൻ പറയും. ഞാൻ മെടുക്ക് വായിക്കാം. LDF-ൽ നിന്നപ്പോഴും LDF നിന്നപ്പോൾ റോഡിലിട്ടേക്കാൻ പറയും. അത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന തൂത്തി ഞാൻ തോട്ടിലിട്ടിട്ട് ഞാൻ വായിക്കാം. ഇതുപോലെ നുണ മാത്രം എഴുതൊരു പത്രം ലോകത്തുണ്ടോ വലിയെന്ന് ആലോചിച്ച് സത്യം ഞാൻ വായിക്കാം. അതിന് ദീപികയും അതുപോലെ തന്നെയാണ് ഇപ്പോൾ മനസ്സിലായത്. ദീപിക അതിന് തുല്യമായി മാറുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ PC ജോർജ് ഇതേക്കുറിച്ച് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എഡിറ്റോറിയൽ ഇതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല ഓർമ്മപ്പെടുത്തി. PC ജോർജിനൊക്കെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നതാണ്. മറന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോലും അറിയാവുന്നവരെ മറക്കുന്നത്. ദേവി എന്ത് ഓർക്കാനാണ്? ചുമ്മാ വർത്തമാനം പറയുന്നു. ആ പത്രത്തെ പിന്നെ കൂടുതൽ എന്നെ കൂടെ പറയിക്കരുതില്ല, ഞാൻ കടുപ്പിച്ച് പറയും. അല്ല, PC പറയും. PC അല്ല, ഇത് കണ്ടപ്പോൾ എല്ലാവരും വിലയിരുത്തിയതാണ്. PC ചേർന്ന ഉടൻ തന്നെ PC ചേരുകയും സുരേഷ് ഗോപി കൊണ്ട് മാതാവിന് കിരീടം വെച്ചപ്പോഴാണ് ഇത് എഴുതാൻ തോന്നിയത് അവർക്ക് എന്നാണോ? സുരേഷ് ഗോപി കൊണ്ട് മാതാവിന് കിരീടം വെച്ചപ്പോൾ ആ കിരീടം തട്ടിയിട്ടേച്ച് അതൊരു ഫോട്ടോഗ്രാഫറിന്റെ കൈ കൊണ്ട് പോയതല്ലേ? അത് എല്ലാവരും കണ്ടതല്ലേ? എന്നിട്ട് ആ സുരേഷ് ഗോപിയെ കുറ്റം പറഞ്ഞ് ശരിയാണോ? അത് പറഞ്ഞ ക്രിസ്ത്യാനിയുണ്ട് ഇതിനകത്ത്, നാണം കെട്ടന്മാര്. സുരേഷ് ഗോപി കൊണ്ട് ഒരു മാതാവിന് ഒരു കിരീടം വെച്ചു, അത് ഫോട്ടോഗ്രാഫറുടെ കൈ കെട്ടി ഇത് കൊണ്ട് താഴെ പോയി. അത് സുരേഷിന് ഗോപിയുടെ കുഴപ്പമാണ്. അതേപോലെ അത് ആ മര്യാദ പറയാനുള്ള മര്യാദ കാണിക്കുന്നതിന് പകരം അതിന് വർഗീയത പറയുന്നത് ശരിയാണ്. ആ മനുഷ്യൻ എത്ര നല്ലവനാണ് സുരേഷ് ഗോപി. സമുദായ മതം നോക്കിയാണ് അയാൾ പ്രവർത്തിക്കുന്നത്. അയാളുടെ നല്ല പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്, അതിന് പകരം കുറ്റം പറയുക. ഇതിനൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ പാർട്ടിക്കപ്പുറം സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന ഒരാളോ, പാർട്ടിയിലല്ലോ, പിന്നെ പാർട്ടിക്കപ്പുറം സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന, മനസാക്ഷി കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എവിടെ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചിട്ടേ, സിനിമാ ലോകത്ത് എല്ലാ നടന്മാരും ഉണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ ദിലീപ്, ഇങ്ങനെ എത്ര എണ്ണമുണ്ട്. ഇതുപോലെ പേരുദോഷമില്ലാത്ത, പെൺവിഷയത്തിൽ പേരുദോഷമില്ലാത്ത ഒരു നടന്റെ പേര് പറഞ്ഞ് കേൾക്കട്ടെ. അതാണ് അങ്ങനെ ഒരു ക്വാളിറ്റി. ഇന്ന് വരെ സ്ത്രീ സംബന്ധം ഒരു പരാതി അദ്ദേഹത്തിന് കേൾപ്പിക്കാൻ ഇവരാരും നോക്കിയിട്ടുണ്ട്. ഈ ബിഷപ്പുമാർ പറയുന്നതെല്ലാം കേൾക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെ എന്റെ അലിയാലി ഈ നാട്ടിലല്ലേ? അല്ല, ഞാൻ ചോദിക്കുക, മെത്രന്മാർ പറയുന്നത് മുഴുവൻ കേട്ട് ജീവിക്കാൻ പറ്റും? ഇലക്ഷൻ വരുമ്പോ എന്തിനാണ് ഈ പാർട്ടി മെത്രാന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ മെത്രാന്മാർ ഇടപെടാറില്ലെന്ന്, അത് ചുമ്മാ അവരെ പറയുക. ഇപ്പം ഞാനൊരു മെത്രാൻ വന്നിരുന്ന് അരമനെ കയറി ചിറങ്ങിച്ച് മെത്രാൻ എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ മെത്രാനോട് നിഷേധിക്കാൻ പറ്റില്ല, എനിക്ക് സമയമുണ്ടോ അതിന്? അദ്ദേഹം അതിന് പോവില്ല. അദ്ദേഹത്തിൻ്റെ സമുദായവും മതപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകല്ലാതെ രാഷ്ട്രീയക്കാരനെ ഒരു പുറകെ നടക്കുന്ന ജോലിയൊന്നുമില്ല അദ്ദേഹത്തിന്. ഇതിന് വൃത്തിയോട് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒത്തിരി പിതാക്കന്മാരെ ഫോണിൽ ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പേര് പറയാത്ത മനഃപൂർവ്വം. പലരും എന്നെ തലക്കെ വെച്ച് അനുഗ്രഹിച്ചു. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞവരുമുണ്ട്, BJP ചേരേണ്ടതായിരുന്നു പറഞ്ഞവരും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷെ ആരും പേര് പറഞ്ഞാൽ അവരൊക്കെ പിന്തുണ ഉണ്ട്. പിന്നെ സംശയം എന്താ? അവര് പറഞ്ഞ കുറച്ച് വോട്ടും കിട്ടും. ഞാൻ പറയാം, പിതാക്കന്മാർ പറഞ്ഞ് വോട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. കിട്ടില്ല അല്ലേ? അങ്ങനെ പിന്നെ അരമനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബഹുമാനം, ഒരു ആദരം, അത് മാത്രമേ. അരമനയിലേക്ക് ഓടി എത്തുന്നുണ്ട്. ഞാൻ പറയാം, PC-യും പോകാറുണ്ടായിരുന്നു. ഞാൻ പോകാറില്ല. 80-ൽ ഇലക്ഷൻ നിൽക്കുന്ന പോയി കാണാൻ പോയി, വോട്ട് നിൽക്കുന്ന പറയാം. അപ്പം എന്റെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞ ആ പിതാവിന്റെ പെങ്ങളുടെ മകന്റെ മകനാണ്. കാഞ്ഞിരപ്പള്ളി പോയവരോ? അല്ലല്ലോ, പാലായില് 80-ലാ. ഞാൻ ചെന്നിങ്ങനെ സ്ഥാനാർത്ഥി പറഞ്ഞു, ഇതിനോടാരാ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞതെന്ന്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നെന്ന് പറയാമെന്ന്. നീ നിൽക്കണ്ട. അപ്പൊ എനിക്ക് സൗകര്യമുണ്ടാ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളല്ല ചോദിച്ചു, ഞാനാ നിൽക്കുന്നുണ്ട്, സൗകര്യം തമ്മിച്ചായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ ജയിച്ചില്ലേ? ജയിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ കാണാൻ ചെല്ലുന്നു, എനിക്ക് സൗകര്യമില്ലെന്ന്. ഞാൻ പോയില്ല. ഞാനങ്ങനെ എനിക്ക് വേണ്ട, എന്നെ വേണ്ട, എനിക്കും വേണ്ട. അവസാനം എന്റെ കല്യാണം ഞാൻ വിളിക്കണം, എനിക്ക് മെത്രാൻ കെട്ടിക്കണ്ട, ഈ വിചാരിച്ചും കെട്ടിച്ചാൽ മതി. കല്യാണത്തിന് മുമ്പുള്ള സംഭവം. ഞാൻ മെത്രാൻ കെട്ടിച്ചാൽ മുറിവിടുന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛൻ സൗകര്യം കെട്ടിച്ചാൽ മതി. അങ്ങനെ അച്ഛനായി. അത് കഴിഞ്ഞ് അച്ഛൻ എന്നെ വിളിച്ചു. പിതാവിന് വലിയ സങ്കടമാണ്, അദ്ദേഹത്തിന് വരണം എന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഈ മെത്രാൻ വന്ന് കല്യാണം കിടത്തുമ്പം അരമനയിൽ നിന്ന് ഒരു സ്വർണ്ണമാല കൊടുത്തിടും. ചെറുക്കൻ പോയി ആ മാലയിട്ട് മെത്രാനെ സ്വീകരിക്കണം കല്യാണത്തിന് മുമ്പ്. അപ്പം വിചാരിച്ച് എന്നെ വിളിച്ചു, ആ മാല ഇവിടെ എത്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാതെയാ, 2000 രൂപ അന്ന് കൊടുക്കണം. ഞാൻ എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു. ഉടനെ അച്ഛൻ വിളിച്ചു,
അതങ്ങനെയല്ല, പിതാവിൻ്റെ ആഗ്രഹമാണ് നമ്മൾ സ്നേഹം കാണിക്കണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിതാവ് വന്നു, ഞാൻ മാലയിട്ട് പുള്ളിയെ കെട്ടിച്ചു. എനിക്കൊരു വിരോധമില്ല, എനിക്ക് നിർബന്ധമില്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, അത് എത്ര വലിയവനായാലും അത് എത്ര വില അത് തുറന്ന് തന്നെ പറയും.